സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം അത് ബി.ജെ.പി. നേടിയതൊരു ഏകപക്ഷീയമായ ജയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വന്തം വ്യക്തിപ്രഭാവത്തിലൂടെയാണ് സുരേഷ് ഗോപി ഈ മിന്നുന്ന വിജയം സ്വന്തമാക്കിയത്. എന്നാൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചെങ്കിലും പാർട്ടിക്കാരായ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ മുഴുവൻ തോൽവിയറിഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് ഭേദപ്പെട്ട പ്രകടനമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വ്യക്തിപ്രഭാവം തന്നെയാണ് സുരേഷ് ഗോപിയുടെ പടുകൂറ്റൻ വിജയത്തിൽ നിർണായകമായത്. സിനിമാ താരമെന്നതും 2 തവണ തോൽവിയറിഞ്ഞ ശേഷവും മണ്ഡലത്തിൽ തന്നെ തുടർന്ന് പ്രവർത്തിച്ചതും അനുകൂല ഘടകമായി. സ്ത്രീ വോട്ടുകളും യുവജനങ്ങളുടെ വോട്ടും പെട്ടിയിലാക്കാൻ സുരേഷ് ഗോപിക്കായി. ബി.ജെ.പിയുടെ കേഡർ അനുഭാവി വോട്ടുകൾ കൂടി കൃത്യമായി പോൾ ചെയ്യപ്പെട്ടതോടെ നില ഭദ്രം. എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥികളുടെ സാഹചര്യം അതായിരുന്നില്ല. ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തിന് അത്ര സ്വീകാര്യതയില്ലാത്ത മണ്ണിൽ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുക മാത്രമായിരുന്നു പോംവഴി. തിരുവനന്തപുരത്ത് നവാഗതനായിട്ടും രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ വി മുരളീധരനും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും മികച്ച പ്രകടനം നടത്തി. സംസ്ഥാനത്തെ മികച്ച പ്രകടനത്തിൽ ദേശീയ നേതൃത്വത്തിനും സന്തോഷം. Mr. Narendra Modi has changed Kerala politics forever. We are so happy today. The whole Kerala team of Karyakartas is so happy because for last 75 years they have sacrificed lot. അതേസമയം ദേശീയ തലത്തിൽ നേരിട്ട തിരിച്ചടിയുടെ ആഘാതം സർക്കാരുണ്ടാക്കാനും അത് നിലനിർത്താനുമുള്ള തത്രപ്പാടങ്ങനെ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന് എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളാണ് മുന്നിലുള്ളത്. യു.പി. അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ തെരഞ്ഞെടുപ്പ് അവലോകനം കഴിഞ്ഞ ശേഷമേ കേരളം പരിഗണനാ പട്ടികയിൽ വരൂ. അങ്ങനെയൊരു നേതൃമാറ്റമുണ്ടെങ്കിൽ തന്നെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകാനുമിടയുള്ളൂ. ശ്രീകാന്ത്, 24, കൊച്ചി.